ഹായ് ഡിയേഴ്സ്, നമുക്ക് കുറച്ച് ട്രെയിനിങ് വിശേഷങ്ങൾ കേട്ടാലോ. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോവാണ്. ട്രെയിനിങ്ങിന് പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരിടത്തേക്കാണ് കേട്ടോ. പട്ടണക്കാട് സ്കൂളിൽ വെച്ചാണ് എനിക്ക് ട്രെയിനിങ് ഉള്ളത്. പട്ടണക്കാട് സ്കൂൾ എനിക്ക് സ്പെഷ്യലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റിലാണ്. എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസ് സെലക്ഷൻ വന്ന് എനിക്ക് കിട്ടിയതാണ്. ഫൈനൽ ഇയർ നമ്മൾ തീരുന്ന സമയത്ത് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ക്യാമ്പസ് സെലക്ഷനും കിട്ടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഒരു വരുമാനം കിട്ടുന്നത്, എല്ലാ മാസവും ഒരു തുക വരുമാനമായിട്ട് കിട്ടുന്ന ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടാണ്. ഈ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഫ്രണ്ടേജിലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരാരും ഇപ്പോൾ അവിടെ ഇല്ല. കാര്യം ഇതൊരു പ്രൊജക്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ അറിയാമല്ലോ. ആ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കിൽ സെൻറ്ററൊക്കെ അവിടെ നിന്ന് മാറി ഇപ്പോൾ സ്കിൽ പാർക്കുകളാണ്, സ്കിൽ സെൻറ്ററുകളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എപ്പോഴും ഭക്ഷണം കരുതിയൊന്നും പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് എല്ലാവരും കൂടി പുറത്ത് വന്നാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു. നല്ല നീറ്റായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ വളരെ കുറവ് പൈസയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം സെഷൻസ് ഉണ്ടായിരുന്നു. നല്ല സെഷൻസൊക്കെ ആയിരുന്നു. പുതിയ ട്രെയിനേഴ്സായിരുന്നു. നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് പോലെ വളരെ ഫ്രീ ആയിട്ട് കടന്നുപോയ 2 ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ നമ്മുടെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാവരും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ വലിയ ഗ്രൗണ്ടൊന്നും ഓപ്പൺ അല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് രൂപം ഒക്കെ മാറിയിട്ടുണ്ട് സ്കൂളിൻ്റെ. പിന്നെ ഇത്രയൊക്കെയാണ് വിശേഷം. ഇപ്പോൾ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നൊരു സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതുകൂടി ഇത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. Thank you.